മന്ത്രിമാർ പലപ്പോഴും കള്ളം പറയാറുണ്ട്. അത് സാധാരണഗതിയിലെ അവരുടെ പേഴ്സണൽ ഗെയിന്, വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അവർ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല. ഭരണം പിടിച്ചു നിർത്താനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇഷ്ടംമാതിരി കള്ളം പറയാറുണ്ട്. പക്ഷേ ഒരു സഹതാപം പിടിച്ചു പറ്റാനായിട്ട് നാടകം അരങ്ങേറുന്ന നാടകത്തിൻ്റെ അരങ്ങിലേക്ക് വരുന്ന മന്ത്രിമാരെന്ന് പറയുന്നത് വളരെ ചുരുക്കമായിട്ടേ കാണാറുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സംഭവം നമ്മളെല്ലാം കണ്ടു. ശ്രീമതി വീണ ജോർജിനെ KSUക്കാർ കയറി ആക്രമിച്ചു, അവരെ കഴുത്തടിച്ചോടിച്ചു. ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞ് കഴുത്തും താങ്ങി എടുത്തുകൊണ്ട് പോയി. ഈ കഴുത്തെ താങ്ങിക്കൊണ്ടിട്ടുള്ള ഇരിപ്പെന്ന് പറയുന്നത് തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ? അത് നമ്മുടെ ഷംസീറിനെ കണ്ടപ്പം മുതലാണ് ഈ കഴുത്തെ താങ്ങാൻ തുടങ്ങിയത്. അതുവരെ പുറയിൽ കയ്യും കെട്ടി അങ്ങോട്ട് നിന്ന് ഞെളിഞ്ഞ് നിന്ന് നീയൊക്കെ വാടാ പോടാ എന്നുള്ള വിളിയും വിളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് പോലീസുകാർ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഒരു പോലീസുകാരിയാണെങ്കിൽ ചെന്ന് മാധ്യമപ്രവർത്തകർ ചെന്ന് തൊഴുക, പ്ലീസ് പ്ലീസ് പ്രൊവോക്ക് ചെയ്യല്ലേ. ആരെയാ പ്രൊവോക്ക് ചെയ്യുന്നത്? KSUക്കാരല്ല, മന്ത്രിയെ പ്രൊവോക്ക് ചെയ്യല്ലേ എന്ന് മന്ത്രി നിൽക്കുകയാണ്. നിനക്ക് എന്തോ അറിയേണ്ടത്? കാണുന്നവരെല്ലാം അടിക്കുന്ന ആ രീതിയിൽ നിൽക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. സത്യത്തിൽ ഞാൻ പറയട്ടെ, അവരെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ ഒന്നിൽ എന്തെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ആളുകൾ പെരുമാറുന്നു, അല്ലെന്നുണ്ടെങ്കിൽ സ്വബോധം, അതായത് മാനസിക രോഗമുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു. ആ രീതിയിലുള്ള പെരുമാറ്റമാണ് അന്ന് യഥാർത്ഥത്തിൽ ഉണ്ടായത്. അത് ആ വീഡിയോ ഈ മാധ്യമങ്ങളിൽ കാണുമ്പോൾ നമുക്കതാ മനസ്സിലാവുന്നത്. അപ്പം ഇത് യഥാർത്ഥത്തിൽ അവർക്ക് മാനസിക അസുഖമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു മയക്കുമരുന്നും അവർ ഉപയോഗിച്ചിട്ടില്ല, ഇൻടോക്സിക്കേഷനൊന്നുമില്ല. പിന്നെന്താ ഉണ്ടായിരുന്നത്? ഇത് കാലയെ കൂട്ടി തീരുമാനിച്ചുറപ്പിച്ച ഒരു പ്രോഗ്രാം, ഒരു നാടകം അതങ്ങ് നടത്തി. അതിനകത്ത് KSUക്കാർ കൊണ്ടുവന്ന് തലവെച്ചു. ഏതാ 4-5 പിള്ളേർ യവന്മാർ ആകെപ്പടയുള്ളത് ഒരു ചെറിയ ടവലിൻ്റെ, അതായത് നമ്മുടെ കർച്ചീഫില്ലേ അതിൻ്റെ വലിപ്പമുള്ള കറുത്ത തുണി, ഇതങ്ങ് വീശി കാണിച്ചാൽ ഇവിടെ ഏതാണ്ട് നടക്കുമോ? പക്ഷെ അവർക്ക് വീശാൻ പോയി. അവന്മാർ ഒരു 15 അടി അകലെയാണ് ഈ മന്ത്രിയിൽ നിന്ന്. അങ്ങനെയുള്ളവന്മാരാണ് എന്തോ ആയുധം വെച്ച് കഴുത്തിന് അടിച്ച് പരിക്കേൽപ്പിച്ചു. പ്രശ്നമായി മന്ത്രിക്ക്. 13 ഡോക്ടർമാരുള്ള ഒരു പാനൽ. ആരൊക്കെയാണെന്നറിയോ ആ പാനലിനകത്ത്? വളരെ രസകരമാണ് ആ പാനൽ നോക്കിയാൽ. സൂപ്രണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ട്, അതുകൂടാതെ പിന്നെ തലവന്മാർ, ഓരോന്ന് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ മെഡിസിൻ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനസ്തേഷ്യോളജി, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കാർഡിയോളജി, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റേഡിയോളജി. ഇത് കൂടാതെ ബാക്കിയുള്ള അതേപോലെ പ്രമുഖരായിട്ടുള്ള ഡോക്ടേഴ്സ്. ഈ 13 പേരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ ചികിത്സിച്ചത് കേട്ടോ. എന്നിട്ട് അവർ മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ ഇറങ്ങി അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പോയി. വളരെ വലിയ കാര്യങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അപ്പം നമുക്കൊക്കെ കാണാൻ ഇത് വിഷ്വൽ കാണുമ്പം ഈ KSUക്കാരൊന്നും അടുത്ത് പോയിട്ടില്ല. പിന്നെ അവർ എങ്ങനെയാണ് ഇത് ഉപദ്രവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അവർ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. ഈ മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ ഈ വായുവിൽ വലിയ പ്രകമ്പനം ഉണ്ടാവും. ഈ പ്രകമ്പനം ഒരു കൊടുങ്കാറ്റെന്നുള്ള രൂപത്തിൽ ഇങ്ങോട്ട് ആഞ്ഞടിച്ചിട്ട് അല്ലെ അത് ആ രീതിയിലോട്ട് വന്ന് അല്ലെ വലിയ ചുഴലിയായിട്ട് അങ്ങോട്ട് അടിച്ച് ഇങ്ങോട്ട് കയറി വന്ന് കഴുത്തെ തട്ടി ചിലപ്പം പരിക്ക് പറ്റിയതായിരിക്കും. പക്ഷെ അങ്ങനെ പരിക്ക് പറ്റിയാൽ 326 വകുപ്പ് IPC-യിൽ, അതായത് ഗ്രീവസ് ആക്ട്, അത് വരത്തില്ല. അതിന് വേണമെങ്കിൽ എന്തെങ്കിലും ഡേഞ്ചറസ് വെപ്പൺ വേണം. ഇവർ മുദ്രാവാക്യം വിളിച്ചു, വായു പ്രകമ്പനം ഉണ്ടാക്കി, കൊടുങ്കാറ്റുണ്ടാക്കി, അത് ഡേഞ്ചറസ് വെപ്പണാണ് എന്ന് വേണമെങ്കിൽ എടുക്കാം. അതാണ് വധശ്രമം. പഴയ 307. ഈ വധശ്രമം കൂടെ വരികയാണ്, കൊലപാതക ശ്രമം. ഈ കൊലപാതക ശ്രമം കൂടാണ് ഇവന്മാർ നടത്തിയേക്കുന്നത് ഈ മുദ്രാവാക്യം വിളിച്ച്. ഒന്നത്. പിന്നെ 2, അതല്ലെങ്കിൽ ഈ ടവലിൻ്റെ വലിപ്പം, ഞാൻ പറഞ്ഞ കർച്ചീഫിൻ്റെ വലിപ്പമുള്ള ചെറിയ ഈ കറുത്ത തുണിയുണ്ടല്ലോ, അത് വീശുന്നില്ലേ? അത് വീശിയും വായുവിൽ വലിയ ചലനങ്ങളുണ്ടാക്കി കൊടുങ്കാറ്റാക്കി അത് മാറ്റി ടോർപ്പിഡോ അത് നേരെ ഇങ്ങോട്ട് വന്ന് കയറി വന്ന് കഴുത്തിലടിച്ച് വലിയ പ്രശ്നമാക്കാം. എന്തായാലും ശരി, ഇത്രയും വലിയ കള്ളത്തരം ഒരു മന്ത്രി പറയേണ്ട കാര്യമുണ്ടോ? ഞാനിത് പറയാൻ കാരണം, ഒന്ന് യവന്മാർ വെറുതെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്.
അവന്മാരുടെ ആ പ്രായത്തിൻ്റെ ഇതുകൊണ്ടാണ് ഈ മുദ്രാവാക്യം എന്തിനാ അവിടെ വിളിക്കാൻ പോയതെന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ഈ കറുത്ത ശാലം തുണി വീശി കാണിച്ച ഇവർക്ക് എന്താ കാര്യം? ഇവർക്ക് വല്ല പ്രശ്നമുള്ളതാണ്. അവർ ഞെളിഞ്ഞു നിന്ന് ഗോഗ വിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്, യവന്മാരെയൊക്കെ വെല്ലുവിളിക്കുന്നത്. അങ്ങനെയുള്ള ആളിനെ ഇത് കാണിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതൊന്നും കാണിക്കാൻ പോകണ്ട, എന്തായാലും ചെന്നുപോയി. ഈ പിള്ളേരെ ഇത്രയും നാൾ അന്ന് മുതൽ ഇന്നലെ വരെ അവരെ ജയിലിൽ ഇട്ടു. എന്തിനാണ് അവരെ ജയിലിലിട്ടത്? അതൊന്ന് ചിന്തിക്കണ്ടേ? ഏറ്റവും വലിയ ഒരു ഒഫൻസാണ് മന്ത്രി കമ്മിറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഒരു കൊലപാതക ശ്രമം പറഞ്ഞുള്ള ഒരു കേസിന് യഥാർത്ഥത്തിൽ ഇവരെ ഉൾപ്പെടുത്തി. അതിന് ബുദ്ധിപരമായിട്ട് മന്ത്രി ഒരു കാര്യം ചെയ്തു, മന്ത്രി മൊഴി കൊടുത്തില്ല. കാരണം മന്ത്രിക്ക് അനങ്ങാൻ വയ്യല്ലോ. അനങ്ങാൻ വയ്യാത്ത മന്ത്രി അതിനകത്ത്, അതായത് ഐസിയുവിൽ കിടന്ന് ആളുകളെല്ലാം, നേതാക്കളെല്ലാം ചെന്ന് കാണുന്നുണ്ട്. ഐസിയുവിലെ എല്ലാവർക്കും കയറാം കേട്ടോ. ഐസിയുവിൽ മുഖ്യമന്ത്രിക്കും രാകേഷിനും അവർക്കും എല്ലാം ഐസിയുവിൽ എല്ലാവർക്കും കയറാം, എന്ന മനുഷ്യനും ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ വേറെ ആരും കയറാൻ പാടില്ല. ഇത്രയും വലിയ ആളുകൾക്കെല്ലാം, ഇതേപോലുള്ളവർക്കും അവരുടെ അണികൾക്കും ഇങ്ങനെ അവരുടെ അടുത്ത അപ്പക്കാർക്കൊക്കെ ഐസിയുവിൽ കയറി ഇറങ്ങാം. അതാണ് ഐസിയു. പിന്നെ ഐസിയു കിടന്നുകൊണ്ട് വീഡിയോ എടുത്ത്, അതായത് സെൽഫി എടുത്ത് സൂഹിക്കാം, ചിരിക്കാം, നേഴ്സുമാരുടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സൂഹിക്കാം, ആരാധന, അതൊക്കെ വാങ്ങാം. എന്നിട്ടെന്താ? ഇവരനങ്ങരുത്, വളരെ അടിയന്തരമായിട്ടുള്ള ചികിത്സ വേണ്ടതാണ്, വളരെ സീരിയസ് ആണ്, ഇപ്പോൾ തട്ടിപ്പോവും എന്നൊക്കെയുള്ള മെഡിക്കൽ ബുള്ളറ്റിനും ഒക്കെ കൊടുത്തു. അതുകൊണ്ട് യാത്ര പാടില്ല, ഇവിടെ തന്നെ ഇൻപേഷ്യൻ്റായിട്ട് ഇവിടെ ഐസിയുവിൽ തന്നെ കിടക്കണം എന്ന് പറഞ്ഞു. രായ്ക്ക് രാമാനം ഈ മെഡിക്കൽ ബുള്ളറ്റിന് വന്ന അന്ന് വെളുപ്പിന്, അതിൻ്റെ പിറ്റേ വെളുപ്പിന് 4 മണിക്കാണ് അവിടുന്ന് മുങ്ങിയത്. കാറിനകത്താണ് നേരെ പോയി പത്തനംതിട്ട പോയേക്കുന്നത്. ഒരു കുഴപ്പമില്ല, അതായത് കഴുത്തൊടിഞ്ഞിരിക്കുന്ന ആളാണ്, റോഡിൽ കൂടെ കാറിനകത്താണ് ഈ പോകുന്നത്. മാത്രം അവിടെ ചെന്നതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞ് മീഡിയ ഒക്കെ ചെല്ലുമ്പോൾ എല്ലാവർക്കും അങ്ങ് ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. വളരെ നീണ്ട ഇൻ്റർവ്യൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ പോലീസിന് ഇവരുടെ മൊഴി എടുക്കാൻ ഒക്കത്തില്ല, കാരണം ആരോഗ്യമില്ല. ഈ മീഡിയക്കെല്ലാം ഇൻ്റർവ്യൂ കൊടുക്കാം. ഇതേപോലെ കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്ത്, കാറിനകത്ത് യാത്ര ചെയ്ത് കയറി അവിടെ പോവാം. സ്പോണ്ടിലോസിസിൻ്റെ അസുഖം ഇവർക്ക് പണ്ടേ ഉള്ളതാണ്. അന്നേ കോളർ ഇട്ടുകൊണ്ടിരിക്കുന്ന പടമൊക്കെ നേരത്തെ ഉള്ളത് വന്നിട്ടുണ്ട്. അവർ ഇതുപോലെ യാത്ര ചെയ്ത് സ്പോണ്ടിലോസിസ് ചിലപ്പം വന്നതായിരിക്കും. പിന്നെന്താണെന്നറിയോ? അപ്പോൾ ഈ പിള്ളേരൊക്കെ ജാമ്യത്തിന് പോയപ്പം അവരെ ഏതോ വലിയ മാരകായുധം ഉപയോഗിച്ച് അവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് പറഞ്ഞ് യവന്മാർക്ക് ജാമ്യമില്ലാതാക്കി. ഇത് കൊടുത്തേക്കുന്ന ആരെന്നറിയോ? ഗൺമോൻ. ഈ മൊഴി കൊടുത്തേക്കുന്ന കേസ് ലഭിച്ചേക്കുന്നത് അയാളാണ്. FIS കൊടുത്ത് അതിൻ്റെ ബോർഡിലാണ് ഈ FIR എടുത്തേക്കുന്നത്. ഈ ഗൺമാൻ എന്ന് പറയുന്നവന് എന്തുമാത്രം കള്ളമണം പറഞ്ഞേക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ പിള്ളേർ മാരകായുധം വെച്ച് ഇവരെ ആക്രമിച്ചു. എന്തോ ആയുധം എന്നാണ്. അതാ ഞാൻ പറഞ്ഞത്, എന്തോ ആയുധം എന്ന് പറഞ്ഞാൽ ഈ വായു വഴി വന്നേക്കുന്നതായിരിക്കും. അതിൻ്റെ പ്രകമ്പനം സഹിക്കാൻ വയ്യാതെ പറ്റിയ പരിക്കായിരിക്കും. ഈ ഗൺമാനുണ്ടല്ലോ, ഇനി ഈ ഗൺമാനെ സത്യത്തിൽ അകത്താവും. വലിയ കേസാണ് അയാളുടെ പേര് വരേണ്ടത്. അതുകൊണ്ട് ബുദ്ധിപരമായിട്ടാണ് നമ്മുടെ ബഹുമാനിയായ മന്ത്രി മൊഴിയാത്തത്. മൊഴിഞ്ഞാൽ വിവരം അറിയും എന്നാരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാ കാര്യം. ഈ ഗൺമാൻ എന്തെന്നറിയോ? ഒരാളെ കള്ളക്കേസിൽ, അതായത് കൊലപാതക ശ്രമത്തിനുള്ള കള്ളക്കേസിൽ കുടുക്കിയാൽ ഉണ്ടല്ലോ, ആ രീതിയിൽ കള്ളമൊഴി കൊടുത്താൽ 10 വർഷം വരെ കഠിനാടമുള്ള ശിക്ഷയാണ് അയാൾ ചെയ്തേക്കുന്നത്. ഇത്രയും നാൾ ഈ പിള്ളേരെ അകത്തിട്ടു, അതിന് എവൻ്റെ പേര് കേസെടുക്കണ്ടേ? കോടതി പറഞ്ഞല്ലോ വിശദമായിട്ട്, മന്ത്രിയുടെ മൊഴി ഇത്രയും നാളായിട്ട് എടുത്തിട്ടില്ല. ഇനി അത് മാത്രമോ, വൂൺ സർട്ടിഫിക്കറ്റ്, അവസാനം വൂൺ സർട്ടിഫിക്കറ്റ് അന്നേരം വലിയ വരുന്നത് ടെൻഡർനെസ് ആണ് ആകെയുള്ള കഴുത്തിൽ. അതായത് ഇപ്പം നമ്മൾ കൈ കൊണ്ടൊന്ന് അമർത്തുമ്പോൾ വേദന, നിങ്ങളുടെ ഈ 2 വിരൽ മതി, കൂടുതൽ വേണ്ട. നിങ്ങളുടെ ഈ കഴുത്തിൻ്റെ സൈഡിലൊന്ന് അമർത്തി നോക്കിക്കോളൂ, വേദനയുണ്ടോന്ന്. വേദനയുണ്ടാവും, നമുക്കുണ്ടാവും. അത് മനുഷ്യ ശരീരത്തിൽ എവിടെ അമർത്തിയാലും ഈ രീതിയിൽ ഇങ്ങനെ ഇതുണ്ടാവും. അങ്ങനെ വേദന അത് അമർത്ത് നോക്കുമ്പോൾ വരുന്ന വേദനയുള്ളതായിട്ട് പറഞ്ഞാൽ അത് സത്യമാണോ കള്ളമാണോ എന്ന് അറിയാനും പറ്റത്തില്ല ഡോക്ടർക്ക്. വേദനയുണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു, അതേ ഉള്ളൂ. അതാണ് ഇതല്ലാതെ അവർക്കൊരു അസുഖവുമില്ല. അവരെ ഇനി ഏതായാലും ഈ പിള്ളേരവരെ ഉപദ്രവിച്ചിട്ടില്ല, അവരുടെ കയ്യിൽ ഒരു മാരകായുധങ്ങളും ഇല്ല. ഇവരെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നല്ലോ, വാങ്ങിയല്ലോ.
എന്നിട്ട് എന്തോ ആയുധമാണ് എടുത്തേ ഉമ്മരുടെ ഇന്ന്? ആകെപ്പാടി തടി കീറ തുണി, ഇതാ എടുത്തു വെച്ചേക്കുന്ന കറുത്ത തുണി, അതാണ് മാരകായുധം. വേറെ ഒരായുധവും ഇല്ല. ഇപ്പം ഇത്രയും കള്ളം പറഞ്ഞ് ഇങ്ങനെ യവന്മാരെ ഇട്ട് ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ബഹുമാന്യായ മന്ത്രി ഒന്ന് മനസ്സിലാക്കണം. ഇത്രയും കള്ളം ഇതിനകത്ത് നമ്മുടെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ സ്പീക്കർ, അതേപോലെ തന്നെ ബഹുമാന്യായ ആരോഗ്യവകുപ്പ് മന്ത്രി, അവരുടെ ഗൺമാൻ, ഇവരെല്ലാം ഈ കേസിൽ പ്രതികളാവേണ്ടവരാണ്. കാരണം ഇതേപോലൊരു ഇല്ലായ്മ. ഇത് വേദന കണ്ടുപിടിച്ചത് ആരാന്നറിയോ? ആദ്യം പരിക്ക് കണ്ടുപിടിച്ചേക്കുന്നത് വോല്യൂം എടുക്കറാണ്, നമ്മുടെ സ്പീക്കറാണ്. പരിക്കൊണ്ട് ഭയങ്കര പരിക്ക്, എല്ലാം പരിക്കാ, ആശുപത്രി പോകണം. അവരൊക്കെ പോയിക്കൊണ്ടേനെ. പക്ഷെ അവർക്ക് മനസ്സിലായി അവിടെ കിടന്നാൽ പ്രശ്നമാവുമെന്ന് ഇവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇവരാരും അറിയാതെ വെളുപ്പിനെ 4 മണിക്ക് അവിടുന്ന് പറന്നു കളഞ്ഞത്. മുങ്ങി. ഇല്ലെങ്കിൽ വലിയ അപകടം വരുമെന്ന് അവർക്കറിയാം. കണ്ണൂരാണ് സ്ഥലവും. അതുകൊണ്ട് എന്തായാലും ശരി, അവിടുന്ന് മുങ്ങിയത് നല്ലതേ ഉള്ളൂ. നല്ല തീരുമാനമാണ് ബഹുമാന്യായ മന്ത്രി പോയിട്ട്. പക്ഷേ ഈ ചെറുപ്പക്കാരെ, ഇതുപോലെ ഈ പയ്യന്മാരെ ഇങ്ങനെ ജയിലിലിട്ടതിന് സമാധാനം പറയണം. അതാണ് വേണ്ടത്.